ഹലോ. അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ഡിഷുകൾ കഴിച്ചാലോ? അപ്പൊ അതിനു വേണ്ടി ഞങ്ങള് 3 പേരും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റുള്ള ചൈനീസ് ഫാക്ടറിയിലേക്കാണ്. പേര് പോലെ തന്നെ ഒരു ചൈനീസ് ഫാക്ടറി ആട്ടോ. കാരണം അവരുടെ ഇന്റീരിയേഴ്സ് ഒക്കെ അങ്ങനെയാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാലിക്കറ്റ് ഉള്ളതിൽ വെച്ചിട്ട് ചൈനീസ് ഐറ്റംസ് കിട്ടുന്നതില് ഒരു അടിപൊളി റെസ്റ്റോറന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇതിന്റെ ഉള്ളിലെ ഇന്റീരിയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന് ഞങ്ങളൊരു ടേബിളിൽ പോയി പതിയെ മെനു എടുത്ത് നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കിട്ടോ. 3 ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ആക്കിയത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. അത് ഞാൻ കഴിച്ചോളാം എന്നുള്ള മട്ടിലാണ് നമ്മുടെ കണ്ണന്റെ ഇരിപ്പ്. അങ്ങനെ ഓർഡർ ആക്കി അവിടുന്ന് ഞങ്ങൾ പതിയെ സീറ്റ് മാറിയിരുന്നുട്ടോ. വേറൊന്നും കൊണ്ടല്ല. അവിടത്തേനേക്കാൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തതും ലൈറ്റിംഗ് കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ണൻ നമുക്ക് സ്പോട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസിൽ ആദ്യ ഐറ്റംസും രണ്ടാമത്തെ ഐറ്റവും വന്നുട്ടോ. ആദ്യത്തേത് മൊമോസാണ്. ഫ്രൈഡ് മൊമോസാണ്. രണ്ടാമത്തേത് ഡ്രാഗൺ ചിക്കനാണ്. ഈ ഡ്രാഗൺ ചിക്കന്റെ കാര്യം പറയാണെങ്കിൽ ഒരു രക്ഷയില്ല. മൊത്തത്തില് ബോൺലെസ് പീസാണ് ഈ ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോ. പിന്നെ അതുമല്ല മൊത്തത്തിൽ സ്പൈസി അല്ല. ഒരു ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം. അങ്ങനെ പതിയെ ചിക്കനിലേക്ക് എത്തി നോക്കിയപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയ നമ്മുടെ നൂഡിൽസ് അവിടെ കിടന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും ഉടനെ തന്നെ നമ്മുടെ ടേബിളിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത 3 ഐറ്റംസും ഞങ്ങളെ ടേബിളിലേക്ക് എത്തി. ആദ്യം എല്ലാവരും പതിയെ പതിയെ നൂഡിൽസാണ് എടുത്തുകൊണ്ടിരുന്നത്. നൂഡിൽസും നമ്മുടെ ഈ ഡ്രാഗൺ ചിക്കനും തമ്മിൽ ഒടുക്കത്തെ കോംബോ ആണ് ട്ടോ. ഞങ്ങളാരും പേഴ്സണലി നൂഡിൽസ് ലവേഴ്സ് അല്ല. ഇതില് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡ്രാഗൺ ചിക്കനാട്ടോ. ഒരു രക്ഷയില്ലാത്ത ഒരു സ്വീറ്റ് ഒക്കെ ഉണ്ട് അതിന്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങള് പതിയെ മൊമോസിലേക്ക് മാറി. ഈ മൊമോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നോർമലി കിട്ടുന്ന ഐറ്റം അല്ല. പക്കാ ഒരു ചൈനീസ് രീതിയിലാണ് അവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഡിപ്പും ഉണ്ട്. അങ്ങനെ ഈ ചൂടോടുള്ള മൊമോസ് എടുത്ത് നമ്മുടെ പ്ലേറ്റിൽ വെച്ച് ആ ഫോർക്ക് എടുത്ത് അതിനെ 2ആയി പീസാക്കിയതിന് ശേഷം പതിയെ കുത്തിയെടുത്ത് ആ ഡിപ്പിലൊക്കെ മുക്കി ഒന്ന് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ചിക്കന്റെ ഒക്കെ പക്കാ ഫില്ലിംഗ് ആണ്. അപ്പൊ ഇതിലെ എല്ലാ ഡിഷും മസ്റ്റ് ട്രൈ ആയിട്ടാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചൈനീസ് ഡിഷുകളാണ് എല്ലാം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ചിലവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ചിലവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു വൺ ടൈം ട്രൈ, ഒരു വെറൈറ്റി ടേസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ 3 പേര് കഴിച്ചതിന്റെ ബില്ലാണിത്. അപ്പോൾ സ്ഥലം നിങ്ങൾ മറക്കണ്ട. നമ്മുടെ കാലിക്കറ്റ് ഫാലൂദ നാഷന്റെ ഓപ്പോസിറ്റ് ആണ് ചൈനീസ് ഫാക്ടറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ബൈ.